ജീസസ് റെയിൻസ്. യേശു വാഴുന്നു. വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം. ദൈവവചന കേൾവിക്ക് വേണ്ടി നിങ്ങളുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കുക. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. തുടർന്നുള്ള ചില എപ്പിസോഡുകളിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ചില പഠനങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുന്നമേ ശിഷ്യന്മാർക്ക് കൊടുത്ത ഏറ്റവും വലിയ വാഗ്ദത്തമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ദൈവത്തിൽ നിന്നുള്ള ദാനമാകുന്നു. ഹോളി സ്പിരിറ്റ് ഈസ് എ ഗിഫ്റ്റ് ഫ്രം ഗാഡ്. ദൈവത്തിൽ നിന്നുള്ള ദാനമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു ജീവിതം ഈ ഭൂമിയിൽ നമുക്ക് ആവശ്യമാണ്. വിജയകരമായി ഈ ഭൂമിയിൽ നാം ജീവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് ആവശ്യമാണ്. വിശുദ്ധ ഗ്രന്ഥമാകുന്ന ബൈബിളിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള അനേകം സമാന്തര ചിന്തകളുണ്ട്. പ്രകൃതിയിൽ കാണുന്ന പലതിനോടും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെ ബൈബിളിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതിനു വേണമെങ്കിൽ സമാന്തരം എന്ന് നമുക്ക് പേർ കൊടുക്കുവാൻ കഴിയും. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഇമേജറീസ്, സിംബോളിക്കായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെ ബൈബിളിൽ വിശദീകരിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള 83-ലധികം നാമങ്ങൾ നമുക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥമാകുന്ന ബൈബിളിൽ കാണുവാൻ കഴിയുന്നു. അതിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു നാമം യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 3-ാമത്തെ അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. പരിശുദ്ധാത്മാവിനെ പ്രകൃതിയിൽ നാം കാണുന്ന കാറ്റിനോട് സമാന്തരപ്പെടുത്തിയിരിക്കുന്നു. ഈ പ്രകൃതി മുഴുവൻ വായു കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പ്രകൃതിയിൽ കാറ്റടിക്കുവാൻ ഇടവരുന്നു. പ്രകൃതിയിൽ കാറ്റെങ്ങനെ പ്രവർത്തിക്കുന്നുവോ, പ്രകൃതിയിൽ എങ്ങനെ വായു നിറഞ്ഞിരിക്കുന്നുവോ, വായുമണ്ഡലം നിറഞ്ഞിരിക്കുന്നുവോ, അതേപോലെ പരിശുദ്ധാത്മാവ് സർവ്വവ്യാപിയാണ്. പരിശുദ്ധാത്മാവ് അതേപോലെ പ്രവർത്തിക്കുവാൻ ഇടവരും. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 7-8 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ പുതുതായി ജനിക്കണം എന്ന് ഞാൻ നിന്നോട് പറകാൽ ആശ്ചര്യപ്പെടരുത്. കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ലല്ലോ. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെയാകുന്നു എന്ന് യേശു ഉത്തരം പറഞ്ഞു. കാറ്റ് പ്രകൃതിയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവോ അതേപോലെ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുവാനിടവരും. പരിശുദ്ധാത്മാവ് സർവ്വവ്യാപിയാണ്. എല്ലായിടത്തും പരിശുദ്ധാത്മാവുണ്ട്. പ്രപഞ്ചത്തിൽ ശ്രദ്ധിക്കുക, പ്രകൃതിയിൽ ശ്രദ്ധിക്കുക. കാറ്റ്, വായു എല്ലായിടത്തുമുണ്ട്. കാറ്റ് ഇൻവിസിബിൾ ആണ്, അൺപ്രഡിക്റ്റബിൾ ആണ്. കാറ്റ് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. വായുവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. അതോടൊന്നിച്ച് തന്നെ കാറ്റ് എവിടെ അടിക്കുമെന്ന് നമുക്ക് പറയുവാൻ കഴിയുകയില്ല. പരിശുദ്ധാത്മാവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. പരിശുദ്ധാത്മാവ് ആരിൽ പ്രവർത്തിക്കും നമുക്ക് പറയുവാൻ കഴിയില്ല. ആഗ്രഹത്തോടുകൂടി ഇരിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കുവാനിടവരും. എൻ്റെ ഒരു സുഹൃത്ത് ഒരിക്കൽ പ്രസംഗിക്കുന്ന സന്ദർഭത്തിൽ യേശുവിനെ കുറിച്ചുള്ള തൻ്റെ പ്രഭാഷണം കേട്ട മാന്യനാകുന്നൊരു വ്യക്തി തന്നോട് ചോദിക്കുവാനിടയായി, യേശുവിനെ ഒന്ന് കാണിച്ചു തരാമോ? പൊടുന്നനവേ എൻ്റെ സുഹൃത്ത് ഇങ്ങനെ മറുപടി പറയുവാനിടയായി, നമുക്ക് വൈദ്യുതി കാണുവാൻ കഴിയുമോ? ആ മാന്യനാകുന്ന വ്യക്തി മറുപടി പറഞ്ഞു, വൈദ്യുതി നമുക്ക് കാണുവാൻ കഴിയില്ല. കമ്പിയിഴകൾ പിളർത്തി നോക്കിയാലോ വയറിനുള്ളിൽ അന്വേഷണം നടത്തിയാലോ നമുക്ക് വൈദ്യുതിയെ കാണുവാൻ കഴിയുകയില്ല. പക്ഷേ വൈദ്യുതി ഉണ്ട് എന്ന് നമുക്കറിയുവാൻ കഴിയും. വൈദ്യുതിയാൽ ഉപയോഗിക്കപ്പെടുന്ന ഉപകരണങ്ങളെ ശ്രദ്ധിക്കുക. ബൾബ്, വെളിച്ചം നൽകുന്ന ഈ ലൈറ്റ്, അതിൻ്റെ പിന്നിൽ വൈദ്യുതിയുണ്ട്. കറങ്ങുന്ന ഈ പങ്ക, ഫാൻ, അതിൻ്റെ പിന്നിൽ വൈദ്യുതിയുണ്ട്. ആ ഉപകരണങ്ങൾ പ്രവർത്തിക്കപ്പെടുന്നു എന്നത് വൈദ്യുതി ഉണ്ട് എന്നതിന് തെളിവാകുന്നു. എൻ്റെ സുഹൃത്ത് മാന്യനാകുന്ന വ്യക്തിയോട് മറുപടി പറയുവാനിടയായി, യേശു ഉണ്ട് എന്നതിൻ്റെ തെളിവാണ്, യേശു ജീവിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഞങ്ങളുടെ ഈ പ്രഭാഷണം. ഞങ്ങളിലൂടെ പുറപ്പെടുന്ന യേശുവിൻ്റെ സ്നേഹം, യേശു ജീവിക്കുന്നു എന്നതിൻ്റെ തെളിവാകുന്നു. യേശു ഇന്നും ജീവിക്കുന്നു, നമുക്ക് വേണ്ടി ജീവിക്കുന്നു. പരിശുദ്ധാത്മാവ് ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തുമുണ്ട്. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നമുക്ക് നഗ്ന കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയുന്നില്ല എങ്കിലും പരിശുദ്ധാത്മാവ് നമ്മെ സ്പർശിക്കുന്നവനാണ്. പരിശുദ്ധാത്മാവിനെ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. ഫാൻ കറങ്ങുന്ന സന്ദർഭത്തിൽ ആ കാറ്റ് നമ്മുടെ മേൽ അടിക്കുമ്പോൾ നമുക്ക് ആ കാറ്റിനെ അനുഭവിക്കുവാൻ കഴിയുന്നത് പോലെ പരിശുദ്ധാത്മാവിനെ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമുക്ക് പ്രവചിക്കുവാൻ കഴിയുകയില്ല. അവിടുന്ന് ആരിൽ പ്രവർത്തിക്കും അറിയില്ല.
വിശ്വസിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുവാൻ സന്നദ്ധനാകും. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി, കാറ്റുപോലെയുള്ള പ്രവൃത്തി ബൈബിളിൽ അനേകമിടങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 8-ാമത്തെ അധ്യായത്തിൽ നോഹയുടെ കാലത്തുണ്ടായ ഒരു ജലപ്രളയം, ഒരു വലിയ ജലപ്രളയം ആ കാലയളവിലുണ്ടായി. മനുഷ്യനെല്ലാം തിന്മ കൊണ്ട് നിറഞ്ഞ് പാപപൂരിതമാകുന്ന നിലയിൽ ഭൂമി മുഴുവൻ മലിനമായി പോകുവാനിടയായി. ആ സമയത്ത് ദൈവത്തിൻ്റെ ന്യായവിധിയായി ഭൂതലം മുഴുവൻ വെള്ളം കൊണ്ട് നിറഞ്ഞു. ആ വലിയ മഹാജലപ്രളയം, ആ മഹാജലപ്രളയത്തിൽ നോഹയും തന്നോടുകൂടെ 8 പേരും മാത്രമാണ് പെട്ടകത്തിൽ കയറി രക്ഷ പ്രാപിക്കുവാനിടയായത്. ആ ജലപ്രളയത്തിൽ ആ പെട്ടകം വെള്ളത്തിനു മീതെ ഒഴുകിക്കൊണ്ടിരുന്നു, ലക്ഷ്യമില്ലാതെ ഒഴുകിക്കൊണ്ടിരുന്നു. വളരെ നാളുകൾ കഴിഞ്ഞപ്പോൾ ദൈവം നോഹയെ ഓർത്തു എന്നാണ് 8-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം നോഹയെ ഓർത്തപ്പോൾ ഭൂമിയുടെ മേൽ ഒരു കാറ്റടിപ്പിച്ചു. അങ്ങനെയാണ് വെള്ളം നിലയ്ക്കുവാനിടയായത്. ഇന്നത്തെ ഭൂമിയെക്കുറിച്ച് തന്നെ ശാസ്ത്രം പറയുന്നു, ഇന്നത്തെ ഭൂമി വികസിതമാകുന്ന ഭൂമിയാണ്. 1000 വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്നതിലധികമായി ഭൂമിക്ക് വികാസം സംഭവിച്ചിട്ടുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത് നമുക്കറിയില്ല. കാറ്റടിച്ചപ്പോൾ ഭൂമി വികസിക്കുകയാണോ ചെയ്തത്? ആയിരിക്കാം. എന്തായാലും ന്യായവിധിയുടെ ജലപ്രളയത്തിൻ്റെ ഉപരിതലത്തിലേക്ക് ഭൂമി വരുവാനിടയായി. ഏതെങ്കിലും തിക്താനുഭവങ്ങളിലൂടെ, പീഡനങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുകയാണ് എങ്കിൽ നിങ്ങളുടെ ആത്മ മനുഷ്യനൊരു വികാസം സംഭവിച്ചാൽ മതി. നിങ്ങളുടെ ആത്മ മനുഷ്യനൊരു വികാസം സംഭവിക്കുകയാണ് എങ്കിൽ നിങ്ങൾ നേരിടുന്ന ആ തിക്താനുഭവങ്ങളുടെ ഉപരിതലത്തിലേക്ക് നിങ്ങൾ വരുവാനിടവരും. അവയ്ക്ക് നിങ്ങളെ പിന്നെ പിടിച്ചു നിർത്തുവാൻ കഴിയുകയില്ല. അതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് കയറി വരുവാൻ കഴിയും. നോഹയുടെ പെട്ടകം അരാരാത്ത് പർവ്വതത്തിൻ്റെ മുകളിൽ ഉറയ്ക്കുവാനിടയായി. അവർ നീണ്ട നാളുകൾ നേരിട്ട ആ ജലപ്രളയത്തിന് അവസാനം കുറിക്കുന്ന നിലയിൽ കര ഭൂമിയിൽ വെളിപ്പെട്ടു. അരാരാത്ത് പർവ്വതത്തിൻ്റെ മുകളിൽ പെട്ടകം ഉറച്ചപ്പോൾ ആ പെട്ടകത്തിൽ നിന്നാണ് കിളിവാതിൽ തുറന്ന് നോഹ ആദ്യം മലങ്കാക്കിയെ പുറത്തേക്ക് വിടുവാനിടയായി. എന്നാൽ മലങ്കാക്ക പുറത്ത് പറന്നതിന് ശേഷമായി കാൽ വയ്ക്കുവാൻ സ്ഥലം കണ്ടെത്താത്തതിനാൽ തിരികെ പെട്ടകത്തിലേക്ക് മടങ്ങി വരുവാനിടയായി. പിന്നീടാണ് ഒരു പ്രാവിനെ നോഹ പുറത്തേക്ക് അയച്ചത്. എന്തായി? ഭൂമിയുടെ അവസ്ഥ എന്തായി? പ്രാവിന് കാൽ വയ്ക്കുവാൻ സ്ഥലമുണ്ടോ എന്നറിയുവാൻ വേണ്ടി പ്രാവിനെ പുറത്തയച്ചു. ആദ്യ പ്രാവശ്യം പ്രാവും പോയി മടങ്ങി വരുവാനിടയായി. എന്നാൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ പ്രാവ് പോയി മടങ്ങി വന്നപ്പോൾ അതിൻ്റെ ചുണ്ടിൽ ഒരു പച്ച ഒലിവിലയുണ്ടായിരുന്നു. വിജയത്തിൻ്റെയും വിമോചനത്തിൻ്റെയും അടയാളമാകുന്ന പച്ച ഒലിവല, സ്വാതന്ത്ര്യത്തിൻ്റെ അടയാളമാകുന്ന പച്ച ഒലിവല. ആ പ്രാവ് മടങ്ങി വന്നപ്പോൾ നോഹയ്ക്ക് മനസ്സിലായി, ന്യായവിധിയുടെ സീസൺ കഴിഞ്ഞിരിക്കുകയാണ്. ഉറയ്ക്കുകയില്ലെന്ന് പറഞ്ഞ പെട്ടകം ഉറച്ചിരിക്കുന്നു. തുറക്കപ്പെടുകയില്ലെന്ന് കരുതിയ ഇടത്ത് പെട്ടകം തുറക്കപ്പെടുവാൻ പോകുകയാണ്. ജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങി വരുവാൻ പോകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഒരു കാറ്റ് നിങ്ങളുടെ മേൽ അടിച്ചാൽ മതി. നിങ്ങൾക്കിനി ഒരിക്കലും ജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങി വരുമോ എന്നുള്ള സന്ദേഹത്തിലും സംശയത്തിലും നിങ്ങളായിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ അല്പം പോലും സംശയിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ജീവിതത്തെ സാധാരണ നിലയിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ കഴിയുന്ന നിലയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുവാൻ ഇടവരും. ഉറയ്ക്കുകയില്ലെന്ന് പറയുന്ന നിങ്ങളുടെ ജീവിതം ഉറയ്ക്കുവാൻ ഇടവരും. തകർന്നു പോകുമെന്ന് പറയുന്ന നിങ്ങളുടെ കുടുംബജീവിതം ഉറയ്ക്കുവാൻ ഇടവരും. ക്രിസ്തു എന്ന പാറമേൽ നിങ്ങളുടെ ജീവിതം ഉറയ്ക്കുവാൻ ഇടവരും. മാത്രവുമല്ല, വിജയത്തിൻ്റെ അടയാളങ്ങൾ നിങ്ങൾ കണ്ടു തുടങ്ങും. സ്വാതന്ത്ര്യത്തിൻ്റെ അടയാളങ്ങൾ നിങ്ങൾ കണ്ടു തുടങ്ങും. വിമോചനത്തിൻ്റെ അടയാളങ്ങൾ നിങ്ങൾ കണ്ടു തുടങ്ങും. അതാണ് പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ നിങ്ങളിലേക്ക് സ്വീകരിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് നിങ്ങളുടെ മേൽ വന്ന് അടിക്കുവാൻ ഇടവരട്ടെ. ഈ ഭൂമിയിൽ തന്നെ എല്ലാറ്റിൻ്റെയും പിന്നിൽ വായുവിൻ്റെ സ്വാധീനം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ജീവിതം തന്നെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നാം ശ്വസിക്കേണ്ടത് ആവശ്യമാകുന്നുവല്ലോ. ആത്മാവേ എന്ന വാക്കിന് മൂലഭാഷയിൽ ന്യൂമ എന്ന വാക്കാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ബ്രത്ത്, ശ്വാസം എന്നാണ് അതിനർത്ഥം. ബ്രത്ത് ഓഫ് ഗാഡ്. ഹോളി സ്പിരിറ്റ് ആരാകുന്നു? ദൈവത്തിൽ നിന്ന് വന്ന, തൃത്വത്തിൽ മൂന്നാമനാകുന്ന ദൈവത്തിൻ്റെ ആത്മാവാകുന്നു. ദൈവത്തിൻ്റെ ശ്വാസമാകുന്നു. ദൈവത്തിൻ്റെ ആത്മാവ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വന്ന് അടിക്കുന്ന സന്ദർഭത്തിൽ ആ ശ്വാസം നാം സ്വീകരിക്കുകയാണെങ്കിൽ, ആ ആത്മാവിൻ്റെ സ്വാധീനത്തിൻ്റെ കീഴിലേക്ക് നാം വരികയാണ് എങ്കിൽ ആ കാറ്റ് നമ്മെ എത്തിക്കേണ്ട ഇടങ്ങളിൽ, ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിക്കുവാനിടവരും. പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് 14-ാമത്തെ അധ്യായത്തിൽ
ഇസ്രയേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന സന്ദർഭത്തിൽ അവർ നേരിട്ട ഒരു പ്രതിസന്ധിയെക്കുറിച്ചുള്ള വിശദീകരണം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വളരെ പരിചിതമാകുന്ന ആ ഭാഗം, ചെങ്കടലിൻ്റെ കരയിൽ അവർ വരുവാനിടയായി. അവരുടെ മുൻപിൽ ചെങ്കടൽ കടന്നാണ് അവർക്ക് അക്കരയ്ക്ക് പോകേണ്ടത്. പക്ഷേ ഒരു തടസ്സമായി ചെങ്കടൽ കിടക്കുകയാണ്. പിന്നിൽ ഫറവോന്റെ സൈന്യവും അവരെ പിടിക്കുവാനും തിരികെ കൊണ്ടുപോകുവാനും വേണ്ടി അവരുടെ പിന്നാലെ കടന്നു വരികയാണ്. ആ സന്ദർഭത്തിൽ ഇതിൻ്റെ നടുവിൽ ജനമെല്ലാം ഭയപരവശരായി തീർന്ന്, ആകുലചിത്തരായി തീർന്ന്, മരണഭീതിയുള്ളവരായി തീർന്ന്, പദം പറയുന്നവരും പരാതി പറയുന്നവരുമായി തീർന്നു. അവർ ഒരുപാട് പദം പറയുന്നുണ്ട്, അവർ ഒരുപാട് പരാതി അവിടെ പറയുന്നുണ്ട്. മിസ്രൈമിൽ തന്നെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു, ഈ മോശയോടുകൂടെ പുറപ്പെടേണ്ട കാര്യമില്ലായിരുന്നു, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണ്ടായിരുന്നു, ഈ മരുഭൂമിയിൽ വെച്ച് കൊല്ലപ്പെടേണ്ടതിന് വേണ്ടിയാണോ ഞങ്ങൾ പുറപ്പെട്ടു വന്നത് എന്ന് തുടങ്ങിയുള്ള പലവിധമാകുന്ന പരാതികൾ അവർ പറയുകയാണ്. എന്നാൽ ആ സമയം പരാതി പറയുവാനുള്ളൊരു സമയമായിരുന്നില്ല. അവർ ഒരുമിച്ച് നിൽക്കേണ്ടതായിരുന്നു, യോജിച്ച് നിൽക്കേണ്ടതായിരുന്നു. ഏതെങ്കിലും സംഘർഷം നേരിടുന്ന സന്ദർഭത്തിൽ ആ സംഘർഷത്തിൻ്റെ നടുവിൽ പരാതി പറയുകയോ പദം പറയുകയോ മറ്റാരെയെങ്കിലും ആരോപണ വിധേയരാക്കുകയോ അല്ല ചെയ്യേണ്ടത്. ആ സംഘർഷങ്ങളെ ജയിക്കുവാൻ വേണ്ടി യോജിച്ച് നിൽക്കുവാൻ കഴിയുന്നവരെല്ലാം യോജിച്ച് നിൽക്കേണ്ടത് ആവശ്യമാണ്. ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നവരെല്ലാം ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ അവർക്കത് കഴിയാതെ പോയതിനാലാണ് അവർ പരാതി പറയുവാനിടയായത്, മരണത്തെക്കുറിച്ച് സംസാരിക്കുവാനിടയായത്, ശവക്കുഴിയെക്കുറിച്ച് സംസാരിക്കുവാനിടയായത്. അതിന് മറുപടിയായിട്ട് മോശ അവരോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, കർത്താവ് ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. ഇന്ന് കണ്ട മിസ്രൈമിനെ നിങ്ങൾ ഇനി ഒരു നാളും കാണുകയില്ല. കർത്താവോടൊരു വലിയ കാര്യം ചെയ്യുവാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. ആ കാര്യം കർത്താവിനാൽ സംഭവിക്കുവാൻ വേണ്ടി കർത്താവിനോട് ചേർന്ന് നിൽക്കേണ്ടവരാണ് അതിന് വിരോധമായിട്ട് പരാതി പറയുന്നത്. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുവാനിടവരരുത്. ഒരു പ്രതിസന്ധി അത് അവസാനമല്ല. പ്രതിസന്ധി എത്രത്തോളം വർദ്ധിക്കുന്നുവോ അപ്പോൾ ഓർത്തുകൊള്ളണം, വരാൻ പോകുന്ന അത്ഭുതവും അത്രത്തോളം വലുതാണ്, സംഭവിക്കുവാൻ പോകുന്ന വിടുതലും അത്രത്തോളം വലുതാണ്. അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ദൈവത്തിൻ്റെ നാമം ഉയർത്തി യേശുവിൻ്റെ നാമത്തിന് സ്തുതികൾ അർപ്പിച്ച് യേശുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ആ വലിയ അത്ഭുതം സ്വീകരിക്കുവാൻ വേണ്ടി നാം ഒരുക്കപ്പെടേണ്ടവരാണ്. മോശ അതുകൊണ്ടാണ് അവരെ ഉറപ്പിക്കുന്നത്, ഇന്ന് നിങ്ങൾക്ക് കർത്താവ് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. ജനത്തോട് ഇത് പറഞ്ഞതിന് ശേഷം മോശ ദൈവസന്നിധിയിൽ വന്ന് കരയുകയാണ്. അപ്പോൾ കർത്താവ് മോശയോട് പറയുകയാണ്, നീ എന്നെ നോക്കി കരയുന്നത് എന്ത്, എന്നോട് നിലവിളിക്കുന്നത് എന്ത്? അതെന്താണ് കർത്താവ് അങ്ങനെ പറയുവാൻ ഇടവരുന്നത്? ഒരു നേതാവാകുന്ന ഈ ജനത്തെ നയിക്കുന്ന മോശ ദൈവസന്നിധിയിൽ നിലവിളിക്കുമ്പോൾ കർത്താവ് പറയുന്നു, ഇത് നിലവിളിക്കുവാനുള്ള സമയമല്ല, ഇത് പ്രവർത്തിക്കുവാനുള്ള സമയമാണ്. ഈ ജനത്തോട് മുന്നോട്ട് പോകുവാൻ പറയുക. നീ പറഞ്ഞാൽ, നീ പ്രവർത്തിച്ചാൽ ജനം വിടുവിക്കപ്പെടുവാൻ പോകുകയാണ്. നാം നിലവിളിക്കേണ്ട സന്ദർഭമല്ല ഇത്തരത്തിലുള്ള സന്ദർഭം. ഈ സന്ദർഭങ്ങൾ നെഞ്ചത്തടിച്ച് കരയേണ്ട സന്ദർഭങ്ങളല്ല. ഈ സന്ദർഭങ്ങൾ പ്രവർത്തിക്കേണ്ട സന്ദർഭങ്ങളാണ്. ഈ സന്ദർഭങ്ങൾ വിശ്വാസം പ്രഖ്യാപിക്കേണ്ട സന്ദർഭങ്ങളാണ്. കൃപയാൽ നമ്മുടെ മേൽ കർത്താവ് പകരുവാൻ പോകുന്ന ആ അനുഗ്രഹങ്ങളെ വിശ്വാസത്താൽ സ്വീകരിക്കേണ്ട സന്ദർഭമാണ്. അതാണ് കർത്താവ് മോശയോട് പറയുന്നത്, നീ എന്നെ നോക്കി നിലവിളിക്കുന്നത് എന്ത്? ജനത്തോട് മുന്നോട്ട് പോകുവാൻ പറയുക. നിന്റെ കയ്യിലിരിക്കുന്ന വടി കടലിനു നേരെ നീട്ടുക. ഇവിടെയാണ് പ്രോമിസ് ആൻഡ് ഇറ്റ്സ് കറസ്പോണ്ടിങ് ആക്ഷൻ. നമുക്ക് ഒരു വാഗ്ദത്തമുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആകുന്ന ഒരു ആക്ഷൻ, ഒരു സമീപനം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. കടൽ പിളർന്ന് നമ്മെ അപ്പുറത്തെ ദേശത്തെത്തിക്കുമെന്ന് കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നാം അതിന് അനുകൂലമാകുന്ന ഒരു സമീപനം നമ്മിൽ നിന്നുണ്ടാകേണ്ടത് ആവശ്യമാണ്. കടലിനെ കണ്ടു ഭയപ്പെട്ട് ഓടിപ്പോകുകയല്ല അപ്പോൾ ചെയ്യേണ്ടത്. കടലിന് നേരെ ധൈര്യമായി നടക്കുവാൻ നാം തയ്യാറാകണം. നിങ്ങളുടെ ശരീരത്തിലൊരു സൗഖ്യം കർത്താവ് അയക്കും എന്ന് വളരെ വ്യക്തമായി നിങ്ങളോട് കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നുവെങ്കിൽ, കർത്താവ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നുവെങ്കിൽ ഈ സമയത്ത് മരിച്ചു പോകുമെന്ന് ചിന്തിക്കുകയല്ല ചെയ്യേണ്ടത്. സാധാരണ നിലയിൽ ഞാൻ എൻ്റെ സൗഖ്യത്തെ പ്രാപിക്കുന്നു, ആ സൗഖ്യത്തിന് നേരെ നിങ്ങൾ നടക്കുകയാണ്, വിശ്വാസത്താൽ നടക്കുകയാണ് ചെയ്യേണ്ടത്. മോശ ആ സന്ദർഭത്തിൽ കർത്താവിൽ നിന്നുള്ള ആ കൽപ്പന സ്വീകരിച്ചാണ് താൻ തൻ്റെ വടി കടലിന് നേരെ നീട്ടുവാനിടയായത്. എന്താണ് സംഭവിച്ചത്? അന്ന് രാത്രിയിൽ ഒരു കിഴക്കൻ കാറ്റ് ചെങ്കടലിൻ്റെ മേൽ ആഞ്ഞടിക്കുവാനിടയായി.
അടുത്ത പ്രഭാതം എന്ന് പറയുന്നത് അതിമനോഹരമാകുന്നൊരു വഴി അവർക്ക് വേണ്ടി കടലിലൂടെ തുറക്കപ്പെടുകയാണ്. ജനമെല്ലാം ആ കടലിലൂടെ നടന്ന് അക്കരയെത്തി, അവരുടെ വിടുതലിലേക്കെത്തി, അവരുടെ ഉയർച്ചയിലേക്കും അവരുടെ സമാധാനത്തിലേക്കും അവരുടെ സ്വാതന്ത്ര്യത്തിലേക്കും അവരെത്തിച്ചേരുവാൻ ഇടയായി. അവർ ആ കടലിനിപ്പുറത്ത് തകർന്നു പോകുക എന്നത് ദൈവത്തിൻ്റെ ഉദ്ദേശമേ ആയിരുന്നില്ല. ദൈവത്തിൻ്റെ പദ്ധതിയും ദൈവത്തിൻ്റെ ഹിതവുമാണ് നിങ്ങളിൽ സംഭവിക്കുവാൻ പോകുന്നത്. വടി കടലിന് നേരെ നീട്ടുവാൻ നിങ്ങൾ തയ്യാറാകുക. വിശ്വാസത്തിൻ്റെ വചനങ്ങൾ വാ തുറന്ന് പറയുവാൻ തയ്യാറാകുക. മുഖത്തുള്ള ആ ദുഃഖവും മുഖത്തുള്ള നിരാശയും നീങ്ങിപ്പോയിട്ട് മുഖം സന്തോഷം കൊണ്ട് നിറയുവാൻ ഇടവരട്ടെ. മാത്രവുമല്ല, നിങ്ങൾ കർത്താവിനോട് യോജിച്ച് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് നിങ്ങളുടെ പ്രതിസന്ധികളുടെ മേൽ ആഞ്ഞടിക്കുവാൻ പോകുകയാണ്. ചെങ്കടലിൻ്റെ മേൽ ആ രാത്രി മുഴുവൻ ഒരു കിഴക്കൻ കാറ്റടിച്ചതുപോലെ ഞാൻ ഈ വചനം നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ നിങ്ങളുടെ പ്രതിസന്ധികളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമാകുന്ന കാറ്റടിക്കുവാൻ പോകുന്നു. ഇനിയും ആ കടലിനോ പ്രതിസന്ധികൾക്കോ നിങ്ങളെ പിടിച്ചു വയ്ക്കുവാൻ കഴിയാത്ത നിലയിൽ നിങ്ങളിലേക്ക് കർത്താവിൻ്റെ സ്വാതന്ത്ര്യത്തെ അവിടെ നയിക്കുവാൻ പോകുകയാണ്. നിങ്ങൾക്കത് വിശ്വസിച്ച് സ്വീകരിക്കുവാൻ കഴിയുമോ? പരിശുദ്ധാത്മാവ് അവിടുത്തെ ശക്തമേറിയ കാറ്റ് നമ്മെ സ്വതന്ത്രമാക്കുന്ന കാറ്റാകുന്നു, നമ്മെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്ന കാറ്റാകുന്നു. നാം അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ വരുന്ന സന്ദർഭത്തിൽ അപ്പോസ്തോലന്മാർ അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ 2-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു മുഴക്കമുണ്ടായി. പരിശുദ്ധാത്മാവിൻ്റെ എഴുന്നള്ളത്താണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ഈ ശിഷ്യന്മാർ, അവരോടുകൂടെ ആയിരിക്കുന്ന 120-ലധികം ആളുകൾ, ഇവരൊക്കെ യേശു ഭൂമിയിലായിരുന്ന സന്ദർഭത്തിൽ യേശുവിനോടുകൂടെ യാത്ര ചെയ്തവരാണ്, യേശുവിൻ്റെ പ്രഭാഷണം കേട്ടവരാണ്, യേശുവിൽ നിന്ന് സൗഖ്യവും വിടുതലും പ്രാപിച്ചവരാണ്. എന്നാൽ യേശു അവരോട് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ. നിങ്ങൾ സജ്ജരായിരിക്കുന്നു, എന്നിൽ നിന്ന് നിങ്ങൾ അനേകമാകുന്ന നന്മകളും എന്നിൽ നിന്ന് നിയോഗങ്ങളും നിങ്ങൾ പ്രാപിച്ചിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾ പുറപ്പെടരുത്, നിങ്ങൾ കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഉയരത്തിൽ നിന്ന് ശക്തി നിങ്ങളുടെ മേൽ വരുവാനിടവരും. എങ്ങനെയാണ് ഉയരത്തിൽ നിന്നുള്ള ശക്തി അവരുടെ മേൽ വരുന്നത്? അത് പരിശുദ്ധാത്മാവിനാലാണ് സംഭവിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ ലഭ്യമാകുന്ന ശക്തി ഭൂമിയിൽ നിന്നുള്ള ശക്തിയല്ല, ഭക്ഷണത്തിൽ നിന്ന് ലഭ്യമാകുന്ന ശക്തിയല്ല, കായികമാകുന്ന ശക്തിയല്ല. ആ ശക്തി അമാനുഷികമാകുന്ന ശക്തിയാകുന്നു, പ്രകൃതിയാതീതമാകുന്ന ശക്തിയാകുന്നു. അത് ഉയരത്തിൽ നിന്നു വരുന്ന ശക്തിയാണ്. ഉയരത്തിൽ നിന്നുള്ള ശക്തി അവരുടെ മേൽ വരുന്ന സന്ദർഭമാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു മുഴക്കമുണ്ടായി. നോക്കുക, അവിടെ പരിശുദ്ധാത്മാവിൻ്റെ എഴുന്നള്ളത്ത് സംഭവിക്കുന്നത് വളരെ പെട്ടെന്നാണ്. അവർ കാത്തിരിക്കുന്നതിൻ്റെ നടുവിൽ, ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സന്ദർഭത്തിൽ പെട്ടെന്ന് കർത്താവ് അവരുടെ നടുവിൽ ഇറങ്ങി വരുവാനിടയായി. പരിശുദ്ധാത്മാവ് അവരുടെ നടുവിൽ ഇറങ്ങി വരുവാനിടയായി. വേദപുസ്തകത്തിൽ പലയിടങ്ങളിലും പെട്ടെന്ന് നടക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളും ചിലപ്പോൾ വളരെ നാളുകളായിട്ട് ചില കാര്യങ്ങളുടെ മാറ്റത്തിന് വേണ്ടി, ചില കാര്യങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടതിന് വേണ്ടി കാത്തിരിക്കുകയായിരിക്കാം. പക്ഷേ പെട്ടെന്ന്, വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലൊരു അത്ഭുതം കർത്താവിന് അയക്കുവാൻ കഴിയും. ചില നാളുകൾക്ക് മുന്നമേ ഞാൻ ഒരു സ്ഥലത്തായിരുന്ന സന്ദർഭത്തിൽ ഒരു സഹോദരനോട് വന്ന് പറയുവാനിടയായി, 6 മാസത്തിലധികമായിട്ട് ഒരു വിദേശ രാജ്യത്ത് സൗദി അറേബ്യയിൽ പോകുവാൻ വേണ്ടി ഒരു വിസയ്ക്ക് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്യുവാൻ വേണ്ടി തൻ്റെ ബന്ധുക്കൾ സൗദി അറേബ്യയിലുണ്ട്. പക്ഷേ അവർ ശ്രമിച്ചിട്ടും നടക്കുന്നില്ല. എന്നാൽ അന്ന് ആ ഉച്ച കഴിഞ്ഞ സന്ദർഭത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനിടയായി. പ്രാർത്ഥിച്ചു, അവിടെ നിന്ന് യാത്രയായി. അടുത്ത ദിവസം വാർത്ത അറിയുവാനിടയായി. 6 മാസം ശ്രമിച്ചിട്ടും നടക്കാത്ത കാര്യം അടുത്ത പ്രഭാതത്തിൽ സൗദി അറേബ്യയിൽ നിന്ന് വാർത്ത വന്നു, കാര്യം നടന്നിരിക്കുന്നു, വീസ സ്റ്റാമ്പ് ചെയ്തിരിക്കുന്നു. പെട്ടെന്ന് അത് നടക്കുവാൻ ഇടവന്നത് ആത്മമണ്ഡലത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കുവാനിടയായി, പ്രാർത്ഥനയിലൂടെ ചില കാര്യങ്ങൾ സംഭവിക്കുവാനിടയായി. 6 മാസം നടക്കാത്ത കാര്യം പ്രാർത്ഥനയിലൂടെ, ആ പ്രാർത്ഥന നടന്ന സന്ദർഭത്തിൽ തന്നെ പെട്ടെന്ന് ചില കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടു വരുവാനിടയായി. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. നിങ്ങൾ ശ്രമിച്ചിട്ടും നടക്കാത്ത കാര്യങ്ങൾ പെട്ടെന്ന് അവിടുന്ന് ചെയ്തു തരുവാൻ വിശ്വസ്തനാണ്.
നിങ്ങൾ ശ്രമിച്ചിട്ടും തുറക്കപ്പെടാത്ത വഴികൾ, വാതിലുകൾ പെട്ടെന്ന് അവിടുന്ന് തുറന്നു തരുവാൻ പ്രാപ്തിയുള്ളവനാണ്, ശക്തിയുള്ളവനാണ്. അവിടുന്ന് പെട്ടെന്ന് പ്രവർത്തിക്കുവാൻ ഇടവരും. നാം അപ്പോസ്തല പ്രവൃത്തി 16-ാമത്തെ അധ്യായത്തിലും ഇതേപോലെയുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ പൗലോസും സീലാസും ജയിലിൽ കിടക്കുന്ന സന്ദർഭത്തിൽ അവരുടെ സമീപനം എന്തായിരുന്നു? ജയിലിലായിരിക്കുന്ന സന്ദർഭത്തിൽ അവർ പരാതിയോ അവർ ദുഃഖമോ നിരാശയോ ഒന്നും പ്രകടിപ്പിക്കുന്നില്ല. പകരമായിട്ട് അവർ ജയിലിലായിരിക്കുമ്പോൾ തങ്ങളുടെ ശരീരമെല്ലാം മുറിവേറ്റ് വല്ലാതെ പീഡനങ്ങളിലാണ് അവരായിരിക്കുന്നത്. കാലുകളെല്ലാം ആമത്തിൽ കിടക്കുകയാണ്, കൈകളിൽ ചങ്ങലകളുമുണ്ട്. എന്നാൽ അതിൻ്റെ നടുവിലായിരിക്കുന്ന അപ്പോസ്തലന്മാർ അവരെന്താണ് ചെയ്യുന്നത്? അവർ പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. ആരാധന അവിടെ ഉയരുകയാണ്, പ്രാർത്ഥന അവിടെ ഉയരുകയാണ്. ഏത് ഇരുട്ട് നിറഞ്ഞ അവസ്ഥയിലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും കഴിയും. പ്രാർത്ഥനയും ദൈവസ്തുതികളുമാണ് ആ പ്രതിസന്ധികളുടെ നടുവിൽ അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്നത്. അങ്ങനെ പൗലോസും സീലാസും അതിൻ്റെ നടുവിൽ പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെയും പെട്ടെന്നാണ് സംഭവിക്കുന്നത്. പെട്ടെന്ന് ഭൂകമ്പമുണ്ടായി, വാതിലുകൾ തുറക്കപ്പെട്ടു, ചങ്ങലകൾ അഴിഞ്ഞു വീണു. നോക്കുക, പെട്ടെന്ന്. വളരെ നാളുകളായി നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ഇപ്പോൾ പെട്ടെന്ന് ഒരത്ഭുതം സംഭവിക്കുവാനിടവരട്ടെ. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ അവരുടെ ഇടയിൽ എങ്ങനെയാണ് വന്നത്? പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറയ്ക്കുന്നവനാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവരുടെ ഇടയിലേക്ക് ഇറങ്ങി വരികയാണ്. ഇറങ്ങി വന്നതിന് ശേഷമായിട്ട് അവിടുന്ന് എന്താണ് ചെയ്യുന്നത്? അവിടുന്ന് അവർ ഇരുന്നിരുന്ന മുറി മുഴുവൻ നിറയ്ക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ദൗത്യമാണ് അവിടുന്ന് നിറയ്ക്കുന്നവനാകുന്നു. നിങ്ങൾ നിറവുകളില്ലാതെ ശൂന്യതകൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാകുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ വ്യക്തിപരമാകുന്ന ജീവിതത്തെ പരിശുദ്ധാത്മാവ് നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഭവനത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ നേരിടുന്ന ശൂന്യതകളെ നീക്കിക്കളഞ്ഞിട്ട് ആ ശൂന്യതകൾക്ക് പകരമായിട്ട് നിങ്ങളുടെ ഭവനത്തിൻ്റെ ഉള്ളിൽ നിറവുകളെ നൽകി തരുവാൻ പരിശുദ്ധാത്മാവ് പ്രാപ്തിയുള്ളവനാണ്. നിങ്ങളുടെ ബിസിനസ്സുകളിൽ നിങ്ങൾ നേരിടുന്ന ശൂന്യതകളെ നീക്കിക്കളഞ്ഞ്, തകർച്ചകളെ നീക്കിക്കളഞ്ഞ് പരിശുദ്ധാത്മാവ് നിറവുകളെ നൽകി തരുവാൻ വിശ്വസ്തനാണ്. നിങ്ങൾ ആകമാനം പരാജയമായിരിക്കുന്ന ഒരു വ്യക്തിയാകുന്നുവെങ്കിൽ പെട്ടെന്ന് ഒരു നിറവിനെ നൽകിത്തന്ന് നിങ്ങളെ ഒരു വിജയമാക്കി തീർക്കുവാൻ പ്രാപ്തിയുള്ളവനാണ് പരിശുദ്ധാത്മാവ്. ഇനിയും ദീർഘമാകുന്ന വർഷങ്ങൾ നിങ്ങൾ കാത്തിരിക്കേണ്ട കാര്യമില്ല. ഈ സന്ദർഭത്തിൽ തന്നെ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുവാൻ ഇടവരും. യേശുവിൻ്റെ കരസ്പർശനം നിങ്ങളുടെ മേൽ വരുവാൻ ഇടവരും. അസാധാരണമാകുന്ന ഒരു നിറവ് നിങ്ങളുടെ മേൽ വ്യാപരിക്കുവാൻ ഇടവരും. നിങ്ങൾ വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ ഇപ്പോൾ തന്നെ തയ്യാറാകുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ മുറിയിൽ ഇപ്പോൾ ഇറങ്ങുകയും ഈ നിമിഷത്തിൽ തന്നെ നിങ്ങളൊരു നിറവ് അനുഭവിക്കുവാൻ ഇടവരും. ആ നിറവ് വരുന്നതോടുകൂടെ നിങ്ങളെ അത്ഭുതകരമാകുന്ന ഒരു മാറ്റത്തിലേക്ക് നയിക്കുവാൻ പരിശുദ്ധാത്മാവ് പ്രാപ്തനാണ്. പരാജിതരാകുന്ന അപ്പോസ്തലന്മാരെ നോക്കുക. ആ നിറവ് വന്നതോടുകൂടെ അവർ ഏറ്റവും ശ്രദ്ധേയരാകുന്ന വ്യക്തികളായി തീർന്നില്ലേ? യെരുശലേം പട്ടണത്തിൽ അവർ ഏറ്റവും ശ്രദ്ധേയരാകുന്ന വ്യക്തികളായി തീർന്ന് പല ഭാഷകളിൽ അവർ സംസാരിച്ചു. മാത്രവുമല്ല, അവർ എഴുന്നേറ്റ് നിന്ന് അന്ന് ഇസ്രായേലിലുള്ള ഭാഷയിൽ വളരെ ധൈര്യത്തോടുകൂടെ ദൈവത്തിൻ്റെ വചനം സംസാരിക്കുവാനിടയായി. ആകമാനം പരാജിതരാകുന്ന വ്യക്തികളെ വിജയികളാക്കുവാൻ തക്കവണ്ണമുള്ള പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, ആ വലിയ കാറ്റ്, കൊടിയ കാറ്റ്, ശക്തിയേറിയ കാറ്റ്, ഇളക്കുന്ന കാറ്റ്, മാറ്റുന്ന കാറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ ശ്വാസം നിങ്ങളുടെ മേൽ വരുവാനിടവരട്ടെ. ജീവനില്ലാത്തതെല്ലാം ഇപ്പോൾ ജീവൻ പ്രാപിക്കുവാനിടവരട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശ്വാസത്താൽ ജീവൻ പ്രാപിക്കുവാനിടവരട്ടെ. നിങ്ങൾക്ക് എന്നോട് യോജിച്ച് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? പ്രാർത്ഥിക്കുന്ന ഈ നിമിഷത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിൽ നിന്ന് ഈ നിറവും അനുഗ്രഹവും ഈ അത്ഭുതവും പ്രാപിക്കാം. ചേർന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ മുറികൾക്കുള്ളിൽ അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ പോകുകയാണ്. നിങ്ങളായിരിക്കുന്ന ഇടത്ത് തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുവാൻ പോകുന്നു. പരിശുദ്ധ പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ നിമിഷത്തിൽ തന്നെ അങ്ങ് അവരുടെ മുറികളിൽ ഇപ്പോൾ കടന്നു ചെല്ലണമേ, അവരെ സ്പർശിക്കണമേ, അവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയേറിയ കൊടിയ കാറ്റ് അവരുടെ മേൽ അടിക്കുവാനിടവരട്ടെ. അവരായിരിക്കുന്ന മുറിയിൽ വ്യാപരിക്കുവാനിടവരട്ടെ. ഇവരിൽ പലരും രോഗികളാകുന്നുവല്ലോ. ചിലരുടെ ശരീരങ്ങളിൽ വ്യാപരിക്കുന്ന
ചില ഗുരുതരമാകുന്ന രോഗങ്ങൾ, ക്യാൻസർ യേശുവിൻ നാമത്തിൽ തകർന്നു മാറുവാനിടവരട്ടെ. യേശുവിൻ നാമത്തിൽ ആ ക്യാൻസർ സെല്ലുകൾ ആ ശരീരത്തിൽ നിന്ന് അപ്രത്യക്ഷമായി അവരുടെ ശരീരം സൗഖ്യമാകുവാനിടവരട്ടെ. കാലുകളിലുള്ള കേടുകൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകുവാനിടവരട്ടെ. വിവിധ രോഗങ്ങളാൽ, ബാധകളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, മനസ്സമാധാനമില്ലാത്തവർ ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത്ഭുതകരമായി വിടുവിക്കപ്പെടുവാനിടവരട്ടെ, അത്ഭുതകരമായി സൗഖ്യമാകുവാനിടവരട്ടെ. മാത്രവുമല്ല, ഇനി അവർ ശൂന്യതകളിൽ തുടരരുത്. കർത്താവേ, അങ്ങ് അവരെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങ് അവരെ നിറയ്ക്കണമേ. അസാധാരണമാകുന്ന ഒരു കൊടിയ കാറ്റ് ഇപ്പോൾ അവരുടെ മേൽ അടിക്കുവാനിടവരട്ടെ. അവരുടെ വ്യക്തിപരമാകുന്ന ജീവിതം, അവരുടെ കുടുംബജീവിതം, അവരുടെ എല്ലാ ഭൗതിക മേഖലകളും പരിശുദ്ധാത്മാവിന്റെ അത്ഭുതകരമാകുന്ന നിറവിനാൽ അനുഗ്രഹിക്കപ്പെടുവാനിടവരട്ടെ. ദൈവരാജ്യത്തിൽ ഈ പ്രിയപ്പെട്ടവർ പ്രയോജനപ്പെടുവാനിടവരട്ടെ. അങ്ങത് ചെയ്യുന്ന സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുകയാണ്. കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ ഞങ്ങളെ അറിയിക്കുവാൻ നിങ്ങൾ സന്നദ്ധരാകണം. സമൃദ്ധമാകുന്ന എല്ലാ അനുഗ്രഹങ്ങളാലും യേശു നിങ്ങളെ നിറയ്ക്കുവാനിടവരട്ടെ. God bless you.